യെസ്, വെൽക്കം ടു ദ തീരറ്റ്സ് പോഡ്കാസ്റ്റ്. തുടക്കം, പുതിയ സീസൺ, പുതിയ പുതിയ പ്രതീക്ഷകൾ, പുതിയ ആശങ്കകൾ. ആശങ്കയൊക്കെ പഴയ തന്നെ, സ്ക്വാഡില്ല. പിന്നെ പുതിയ മാനേജർ, പുതിയ ജേഴ്സി, പഴയ 4 പേര് തന്നെ. അതെ, ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസിൽ ഈ ആഴ്ചയിലെ മാച്ച്, കൊവൻട്രി വേഴ്സസ് ആർസണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഹൾ സിറ്റി, ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് എവർട്ടൺ, സണ്ടർലൻഡ് വേഴ്സസ് ഇപ്സ്വിച്ച്, ലീഡ്സ് വേഴ്സസ് നോട്ടിംഗം ഫോറസ്റ്റ്, ടോട്ടൻഹാം വേഴ്സസ് ബ്രൻഫോർഡ്, ആസ്റ്റൺ വില്ല വേഴ്സസ് ബ്രൈറ്റൺ, ബോൺമത്ത് വേഴ്സസ് മാൻ സിറ്റി, ന്യൂ കാസിൽ വേഴ്സസ് ലിവർപൂൾ പറഞ്ഞു, ചെൽസി വേഴ്സസ് ഫുൾഹാം. ഈ ഫുട്ബോൾ കാണാണ്ട് ഇതിൽ ഏത് മാച്ച് കേൾക്കുമ്പോഴും ഒരു കാണാനുള്ള ഒരു മൂഡിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും. എന്തായാലും നമുക്ക് ഇന്ന് ആദ്യം ശുഭ സൂചകമായിട്ട് ഗണേശനിൽ നിന്ന് തുടങ്ങാം. കുറെയൊക്കെ തൊട്ട് വന്നിട്ടുണ്ട് ഗണേശൻ. നാളെ സീസണിന് വേണ്ടി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് തൽക്കാലത്തേക്ക് ട്രാൻസ്ഫറും നടക്കാത്തതും നടന്നതൊക്കെ വിട്ടിട്ട്, ആസ് എ ഫുട്ബോൾ ഫാൻ, ഒരു പുതിയ സീസണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? പുതിയ സീസൺ എന്ന് പറയുമ്പോൾ, അതായത് ഒരു ബ്രേക്കിന് ശേഷം നമുക്കൊരു ലൈക് മീനിങ് ഫുൾ വീക്കെൻഡ്സ് എന്ന് വേണം പറയാൻ. നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരിക്കും സാധാരണ സമയങ്ങളൊക്കെ. സാറ്റർഡേ സൺഡേ ഒക്കെ എന്താ ചെയ്യണം എന്നറിയാതെ, ക്രിക്കറ്റും കാണാതെ, ക്രിക്കറ്റും ഉണ്ടാവില്ല, ടെന്നീസും ഉണ്ടാവില്ല, വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല. നമ്മൾ പിന്നെ വീട്ടിലിങ്ങനെ ഫാമിലിയോട് കൂടെ അടിച്ചു പൊളിച്ചിരിക്കുക, പുറത്തു പോവുക, പുറത്ത് കറങ്ങുക, ബീച്ചിലേക്ക് പോവുക, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഈ പരിപാടികളൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം. ഫാമിലി ടൈം ഒക്കെ മര്യാദയ്ക്ക് ഷെഡ്യൂൾ ചെയ്യണം, TV ഓൺ ചെയ്യണം, എല്ലാം തീർക്കണം. ഈ ഗ്രഹണമൊക്കെ ബാധിച്ച് ചെയ്യുന്ന പോലെ 6 മണിക്ക് മുമ്പ് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ പോലെ 6 മണിക്ക് മുന്നേ എല്ലാം ചെയ്ത് നിർക്കണം. ചില കളികളൊക്കെ ചിലപ്പോൾ 4:30, 5 മണിക്കൊക്കെ ഉണ്ടാവും. ആ സമയമൊക്കെ എന്ത് ചെയ്യാൻ പോകണം നമുക്കറിയില്ല. ലേറ്റ് നൈറ്റ് മാച്ചസ് പിന്നെ പ്രശ്നേ ഇല്ല, നമുക്ക് അത് ഉറങ്ങുന്ന സമയം നമ്മൾ റിസ്ക് എടുത്ത് കാണുക തന്നെ വേണം. ബാക്കിയുള്ള ടൈമൊക്കെ നമ്മൾ മാക്സിമം എല്ലാ മാച്ചും കാണാൻ ശ്രമിക്കും. കാരണം പ്രീമിയർ ലീഗ് വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്. ഏത് കളി വേണമെങ്കിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും റിസൾട്ട്. നമുക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് ലീഗ് ആണോ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ലീഗ് ആണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രോഡ്കാസ്റ്റ് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കളി കാണണം. അതുപോലെ ഈ ക്യാമറ യൂസ് ചെയ്യുന്നത് തന്നെ വലിയതാണ്. നമുക്കിപ്പോ ലാലിഗയൊക്കെ ചിലപ്പോ കാണാൻ തോന്നും, കണ്ടിരിക്കാം. പക്ഷെ ആ ഒരു എന്താ പറയാ, സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയുടെ ആംഗിൾ ഒക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർ ഈ പോർട്രേറ്റ് ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ ഈ ബൊക്കെ മോഡൊക്കെ വെച്ച് കുറെ ചെയ്യുന്നുണ്ട് ലാലിഗയില്. അപ്പോ അതൊക്കെ നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു പ്രീമിയർ ലീഗ് കണ്ടിട്ട്. പ്രീമിയർ ലീഗ് ആകുമ്പോൾ ഒരു ബ്രൈറ്റ് ആണ്. നമ്മളിങ്ങനെ 4 പേരുടെ ക്യാമറ പോലെ ബ്രൈറ്റ് ആയിട്ട് കളി കാണാൻ പറ്റും. നല്ലൊരു എന്താ പറയാ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പ്രീമിയർ ലീഗില്. പിന്നെ കമന്റേറ്റേഴ്സ് ഗെയിമിനെ അപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് ബാക്കിയുള്ള ലീഗിനെന്ന് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നു. ലാസ്റ്റ് ഇയർ നമ്മൾ 5 കളി അൺബീറ്റൻ റൺ ആയിരുന്നു. പിന്നീടാണ് നമ്മുടെ വീഴ്ച തുടങ്ങിയത്. അപ്പോ ഈ സീസൺ നമുക്ക് കുറെ ന്യൂ ടാലൻസ് ഉണ്ട്. കുറെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കർട്ടിസ് ജോൺസ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ട്രാൻസ്ഫർ ഇൻകമിങ്സും ഔട്ട് ഗോയിങ്സും ഉണ്ട്. അപ്പോ ഇനിയിപ്പോ കളത്തിലാണ് കളി കാണേണ്ടത്. ട്രാൻസ്ഫർ ഈ 2 ദിവസം കൊണ്ട് ട്രാൻസ്ഫർ സപ്പോസ് ആരെങ്കിലും കൺഫേം ആയാൽ പോലും അവർക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഉള്ള ആൾക്കാരെ വെച്ച് ഇറങ്ങുക. അപ്പൊ ഉള്ള ആൾക്കാരെന്ന് വെച്ച് പറയുമ്പോൾ വി ഹാവ് എ ടീം. അപ്പൊ അത് വെച്ച് ഇറങ്ങി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. ഇസാക്കിന്റെ പഴയ ടീമായിട്ടാണ് ആദ്യത്തെ കളി തന്നെ. സോ അവർക്ക് കുറെ ഔട്ട് ഗോയിങ്സ് ഉണ്ട്, കീ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോത്ത് ആർ കൈൻഡ് ഓഫ് ബാലൻസ് സൈഡ്, ബട്ട് ലിവർപൂൾ ഹാവ് ദി അപ്പർ ഹാൻഡ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. യെസ്, സുദീപ്, ഇസാക്ക് സെന്റ് ജെയിംസ് പാർക്കിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷെ അവിടെ ബ്രൂണോ ഇല്ല, ജോലിംഗ്ടൺ ഉണ്ട്. പക്ഷെ പുതിയ മാനേജറിന്റെ കളിയാണെന്നുണ്ടെങ്കിൽ
പഴയ ഒരു ഗുണ്ടാ പരിപാടി സാധ്യത കുറവാണ്. ഹീസ് മോർ ഓഫ് എ ബോൾ പ്ലേയിങ് മാനേജർ. അപ്പോ ഫസ്റ്റ് ഗെയിം ആയതുകൊണ്ട് ഇറയോളയുടെ പ്രസ് കോൺഫറൻസ് കേട്ടിരുന്നല്ലോ, അതിന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഏകദേശം അറിയാം, എന്നാൽ നമുക്ക് അധികം ഫ്രണ്ട്ലി മാച്ചസ് ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള മാച്ചസ് ഇല്ലായിരുന്നു. പ്യോർലി ഓൺ പേപ്പർ ലിവർപൂൾ ലുക്ക് ക്വൈറ്റ് സ്ട്രോങ്. കാരണം അവരുടെ പ്ലേയേഴ്സ് ഒന്ന് ജെല്ലായി. പിന്നെ നമ്മളധികം അവരെ കണ്ടിട്ടില്ല. അവര് പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ ദ എനോർമിറ്റി ഓഫ് ദ ലീഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഗണേശൻ പറഞ്ഞ സാധനം പ്രീമിയർ ലീഗ് ആണ്. ദർ ആർ നോ ഈസി ഗെയിംസ്. എനി ടീം ക്യാൻ ബീറ്റ് എനി ടീം ഓൺ എനി ഡേ. എസ്പെഷ്യലി സെന്റ് ജെയിംസസ് പാർക്ക് ക്രൗഡ് എന്ന് പറയുന്നത് വളരെ ലൗഡായ ഒരു ഹോസ്റ്റൈൽ എൻവയൺമെന്റ് ആണ്. നമ്മൾ കളിക്കാൻ പോകുന്നത് ലേറ്റ് ഈവനിങ് ആണ്. സോ എല്ലാവരും 2 ബിയറൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ആയിട്ടായിരിക്കും ഗ്രൗണ്ടിൽ ഉണ്ടാവുക. ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ഫോർ ഇറയോള. ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ഫോർ ദിസ് ടീം. പുതിയ സൈനിങ്സ് എന്ന് പറയാൻ നമുക്ക് 3 പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. യെറമി ആക്കെ, മുനിയോസ് ആൻഡ് അറാഹോ. അപ്പൊ ആരാ കളിക്കാതൊന്നും നമുക്കറിയില്ല. എന്താണ് സുദീപിന്, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദിസ് ഗെയിം? ഈ പറഞ്ഞ ന്യൂകാസില് വലിയൊരു മാറ്റത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മാറ്റം അവിടെ നമ്മളും മാറ്റത്തിലാണ്. ഇതിങ്ങനെ ഈ ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് കൂടുതൽ മാറ്റം വന്നേക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന്. കാരണം ന്യൂകാസില് മാറ്റം വന്നെങ്കിൽ അവർക്കൊരു പ്രീ സീസൺ കിട്ടിയില്ല. എഡിഹോ ആ പ്രീ സീസണിൽ കുറെ സമയം എഡിഹോവിന്റെ കീഴിലായിട്ട് അങ്ങനെ വേസ്റ്റ് ആയി പോയി. അതുപോലെ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ മാനേജർ ആയിട്ട് ജെല്ല് ചെയ്ത് ആ ഒരു സ്റ്റൈലിലേക്ക് വരാനുള്ള സമയമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു പ്രോപ്പർ പ്രീ സീസൺ കിട്ടിയിട്ടില്ല എന്ന് വരും. ന്യൂകാസിലൊരു എനിക്ക് തോന്നലില്ല ഈ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു ലിവർപൂൾ പോലൊരു ടീമായിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലിവർപൂൾ ടീം നോക്കുമ്പോൾ അത്ര തന്നെ മാറ്റം വന്നിട്ടില്ല ന്യൂകാസിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മാനേജർ സ്റ്റൈല് മാറി. മാനേജർ ഓഫ് കോഴ്സ് പുതിയ മാനേജർ വന്നു, ഒരു ഡിഫറെന്റ് സ്റ്റൈല് അപ്രോച്ചൊക്കെ വന്നു. പക്ഷെ കോർ ടീം അവിടെ തന്നെ ഉണ്ട്. ലിവർപൂളിന്റെ കൊണാട്ടെ പോയി ഓഫ് കോഴ്സ്, പക്ഷെ അവിടെ പാകത്തിനൊരു ഡിഫൻഡർ അവിടെ വന്നു. മിഡ്ഫീൽഡ് നമ്മുടെ അതുപോലെ തന്നെ ഉണ്ട്. സല പോയി എന്നുള്ളതാണ് വേറൊരു. ഇസാക്ക് തിരിച്ചു വന്നു. നേരത്തെ ഇസാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇനിയും പ്ലേയേഴ്സ് വരാനുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ ഈ മാച്ചിലേക്ക് നമ്മൾ സ്ട്രോങ്ങർ ആണ്. പിന്നെ ന്യൂകാസിലിൽ നമ്മള് പൊതുവെ നമ്മൾ അവിടെ പോയിട്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ തോക്കുണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നാലും ന്യൂകാസിലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തില് നമുക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. ലിവർപൂളിൽ തന്നെയാണ് ഓഫ് കോഴ്സ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇറയോള ഓഫ് കോഴ്സ് മാറ്റാണെങ്കിലും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള മാനേജറാണ്. മറ്റേ ആൾ അങ്ങനെയല്ല. അത്ര കോമ്പറ്റീറ്റീവ് അല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള മാനേജറാണ്. പ്ലേയേഴ്സ് അതുപോലെ അങ്ങനെ പ്രീമിയർ ലീഗിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് അല്ല കൂടുതലും, മറ്റ് ലീഗുകളിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നു. രണ്ട് ടീമിനും ഇന്റൻസിറ്റി വൈസ് ആയാലും ഒരു ടാക്ടിക്സ് വൈസ് ആയാലും കുറെ ചേഞ്ചസ് ഉണ്ട്. പുതിയ മാനേജർ, പുതിയ സ്റ്റൈൽ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ ഒന്ന്, ലിവർപൂൾ ഹാസ് എ ബെറ്റർ പ്ലെയർ റിലേറ്റീവ്ലി ന്യൂകാസിൽ ആയതുകൊണ്ട്. ആൻഡ് സുദീപ് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് പ്ലേയേഴ്സ് ഹു ഹാവ് പ്ലേഡ് ഹിയർ. ടൂ മെനി ചേഞ്ചസ് ഇല്ല. ഇപ്പം ന്യൂ സൈനിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറമി ഹാക്ക് സ്റ്റാർട്ട് ചെയ്യും. മേ ബി വിക്ടർ മ്യൂനോസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. മാക്സിമം ഓഫ് 2 ചേഞ്ചസ്. പിന്നെ ബോൺമൗത്ത് നിന്ന് വരുന്ന ഇറയോള ബേസിക്കലി PL കണ്ടിട്ടുണ്ട്. 3 വർഷമായിട്ട് PL തന്നെ ഉണ്ട്. സോ ഹി നോസ് ദ ലീഗ് ഇൻസൈഡ് ഔട്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു ലുക്ക് ഇൻ ടു ന്യൂകാസിൽ, അവർക്ക് 4-5 പ്ലെയർ മാത്രമേ കഴിഞ്ഞ വർഷം ഉള്ളത് ഇപ്പൊ കളിക്കുന്നുണ്ടാവും. അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതുണ്ടാവും. കാരണം ജോലിംഗ്ടൺ ഇപ്പൊ ഔട്ടാണ് നാളത്തേക്ക്. ആൻഡ് യുവർ ബ്രൂണോ ഔട്ട്, ടൊണാലി ഔട്ട്, ഗോർഡൻ ഔട്ട്. സോ ട്രിപ്പിയർ ഇല്ല. ടു മെനി ചേഞ്ചസ്, റൈറ്റ്? അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഒരു സെപ്റ്റംബർ എൻഡ്, ആ ഫസ്റ്റത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ ഒരു ടീം കുറച്ചുകൂടെ ഒന്ന് ചെല്ലാവും.
അതുവരെ മോർ ഓർ ലെസ് ഹോപ്പ് ഫോർ എ വിൻ. ജയിക്കൂല എന്ന് ഞാൻ പറയുന്നില്ല, എനിബഡി ക്യാൻ വിൻ അറ്റ് എനി പോയിന്റ് ഓഫ് ഡേ. പക്ഷെ എന്താ പറയുക, പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർപൂൾ ഷുഡ് വിൻ ഇറ്റ്. സെന്റ് ജെയിംസ് പാർക്ക് ആയതുകൊണ്ട് മറ്റേ 3-0 ജയിക്കുമെന്നൊന്നും 0-3 ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് വുഡ് ബി എഡ്ജി ഗെയിം, എക്സ്പെഷ്യലി ഇസാക്ക് തിരിച്ചു പോകുന്ന. കഴിഞ്ഞ സീസണിൽ നമ്മളെ പ്ലെയർ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇസാക്ക് ഉണ്ടായിരുന്നില്ല ആ ഗെയിമിന്. ഇപ്രാവശ്യം മിസ് ഫസ്റ്റ് ടച്ച്, എവറി ടച്ച് ബൂയിങ് ആയിരിക്കും എന്തായാലും. സോ ആ ഒരു ഹോസ്റ്റിലിറ്റി ഫാൻസ് കാണിക്കും ഡിസേർവിംഗ്ലി. അതൊരു ബൂസ്റ്റ് ആയിരിക്കും പ്ലേയേഴ്സിനും. ഫാൻസ് ആർ റിയലി ബൂവിങ് എവറി ടച്ച് ഓഫ് ഇസാക്ക്. ഈവൻ ടച്ച് പോട്ടെ, ഇസാക്ക് പ്രസ് ചെയ്യാൻ പോയാൽ പോലും അവർക്ക് ഒരു ഇൻഡിക്കേഷൻ വരും ഫോർ പ്ലേയേഴ്സ്. ഒരാളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇസാക്ക് പ്രസ് ചെയ്യാൻ വരുന്നത് പറഞ്ഞാൽ പോലും പ്ലേയേഴ്സിന് മിക്കവാറും മനസ്സിലാവും, ബിക്കോസ് ഓഫ് ഹൗ ഫാൻസ് റിയാക്ട്. സെന്റ് ജെയിംസ് പാർക്കിലെ ഫാൻസ് നമുക്ക് അറിയാലോ എന്തായാലും, ഇറ്റ്സ് ഓൾവേസ് നോയ്സി. ആ ഒരു സാധനം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് പ്രോബബ്ലി ഒരു 1-2 എവേ ഗെയിം ആയതുകൊണ്ട് 1-2 വിൻ, സംതിങ് ലൈക്ക് ദാറ്റ്. എല്ലാം കൂടി പറഞ്ഞു, പ്രഡിക്ഷൻ വരെ പറഞ്ഞു ഒറ്റടിക്ക്. അതാണ് സംഭവം. ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ നമുക്ക് അനലൈസ് ചെയ്യാൻ ട്രെൻഡുകളില്ല. അതായത് ലാസ്റ്റ് 3 കളി അവരിങ്ങനെ കളിച്ചു, ലാസ്റ്റ് 4 കളി ഇവരിങ്ങനെ കളിച്ചു എന്ന ട്രെൻഡുകളില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈനപ്പ് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് മാച്ച് എപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സീസണിലും. ഗോൾ അടിച്ച് തുടങ്ങുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത്തവണ അതാണ് നമുക്ക് മിസ് ആവാൻ പോകുന്ന ഒരു കാര്യം. ആരങ്ങനെ ഇല്ലാത്ത സീസൺ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം. ഐ തിങ്ക് ദിസ് വിൽ ബി ഇൻ ദ ലൈനപ്പ്. അലിസൺ, ഫ്രിംപോങ്, യാക്കെ, വാൻഡൈക്ക്, കെർക്കേസ്, ഗ്രാവൻബർച്ച്, സൊബോസ്ലൈ, വേർഡ്സ്, മൂന്യോസ്, റിയോ, ഇസാക്ക്. സോറി, മൂന്യോസ്, ഗാക്പോ, ഇസാക്ക്. അവിടെ റിയോ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാം ഗാക്പോ പോവില്ലോ എന്ന്. ആക്ച്വലി അല്ല, ഞാൻ പറയുകയാണെങ്കിൽ മുനിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്റെ കണക്കൂട്ടലിൽ ഗാക്പോ സ്റ്റാർട്ട് ചെയ്യും, റിയോ ആണ് റൈറ്റില്. അതെ, റൈറ്റില് റിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. എല്ലാരും അഗ്രി ചെയ്യുന്നു. എന്റേത് ഗാക്പോ മുനിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി വി മൈറ്റ് ഗെയിമിന്റെ റിസൾട്ട് അനുസരിച്ച് ഇസാക്കിനെ കേട്ടിട്ട് റിയോനെ കൊണ്ടുവരും. എന്നിട്ട് ഗാക്പോ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിച്ച് 90 മിനിറ്റ്സ് കളിച്ച് ഫിനിഷ് ചെയ്യും. ഇതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ഐ തിങ്ക് ഒരു 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ മെക്കാലിസ്റ്റർ വരുമായിരിക്കും ഗ്രാവൻബർച്ചിന് വേണ്ടിട്ട് അല്ലേ? അതെ, നിയോണി ഓൾസോ വിൽ കം. നിയോണി വിൽ കം ഓൺ. യെസ്, കാരണം വേർഡ്സിനും 90 മിനിറ്റ്സ് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിയോണി വേർഡ്സിന് സബ് ചെയ്തിട്ട് നിയോണിനെ കൊണ്ടുവരും, മെക്കാലിസ്റ്ററിന് മേലെ പുഷ് ചെയ്യും. അതായിരിക്കും മെയിൻ ആയിട്ട്. Or Szoboszlai may play 10. കുറെ ഓപ്ഷൻ ഉണ്ട് വേർഡ്സിന്റെ പൊസിഷനിൽ കളിക്കാൻ. Araujo probably will play 10-15 minutes instead of Frimpong. Or Yake even. Yakeക്ക് ചിലപ്പോൾ ഫുൾ 90 കൊടുത്തോളണമെന്നില്ല. കൊടുക്കില്ല കാരണം 45 മിനിറ്റ്സ് ആക്കി കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ അറൗഹോ വരുന്നുണ്ടാവും അവിടെ. അപ്പൊ റൈറ്റ് ബാക്ക് ആരോ വരുന്ന ഒരു ഐഡിയ ഇല്ല അവിടെ ആ പൊസിഷനിലേക്ക് വേണ്ടിയിട്ട്. എൻഡോ ഒരു പോസിബിലിറ്റിയാണ്. എൻഡോ വന്നിട്ട് വേണമെങ്കിൽ അറൗഹോനെ റൈറ്റ് സീസൺ മാറി. പക്ഷെ അവസാനം ആയെക്കൂടി ബാക്കിയുള്ളത് അവസാനം സൊബോസ്ലൈ റൈറ്റ് ബാക്കിലേക്ക് പോകില്ലോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്നാലും കോണർ ബ്രാഡ്ലി വരുന്നവരെ കുറച്ച് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആക്വെ 90 മിനിറ്റ്സ് കളിച്ച് തുടങ്ങുന്നവരെ ഇതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അറൗഹോനെ റൈറ്റ് ബാക്കിൽ കളിപ്പിക്കാൻ പറ്റും. അതുവരെ ആദ്യത്തെ 2 കളി 2 ഗോൾ എങ്ങനെ ലീഡ് ഉണ്ടെങ്കിൽ റാംസിനെ കൊണ്ട് റൈറ്റ് ബാക്ക് കളിപ്പിക്കോ? റാംസി പോവല്ലേ? ഇനി കളിക്കില്ല നോക്കണ്ട. എനിക്ക് 90 മിനിറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ ഗെയിം 90 മിനിറ്റ്സ് കളിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഏർലി ലീഡ് ഒരു 3-0 ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജാക്കറ്റിലേക്ക് കേട്ടാൻ സാധിക്കൂ. എന്തായാലും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കാനുള്ളത് റിയോ എൻഗമോഹ നമ്മൾ കണ്ടു പ്രീ സീസണിലൊക്കെ റൈറ്റ് സൈഡിൽ കളിക്കുന്ന കണ്ടു.
അപ്പോ പ്രീമിയർ ലീഗ് കോമ്പറ്റീറ്റീവ് മാച്ചിലേക്ക് വരികയാണ്. അപ്പൊ റിയോ ഏത് രീതിയിലാണ് റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കാൻ പോവാന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ഫ്രിംഗ്പോങ്ങിന്റെ ഒപ്പം എങ്ങനെ ഫ്രിംഗ്പോങ് വൈഡ് പോകുമ്പോൾ ആളെന്തായാലും കട്ട് ചെയ്ത് കയറേണ്ടി വരും, അതോ ഇനി വിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഫ്രിംഗ്പോങ് ഉള്ളിലേക്ക് കയറുമോ, നമുക്ക് സാധ്യത കുറവാണ്. അപ്പൊ റിയോ എന്തായാലും റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഫ്രണ്ട്ലി ഞാൻ അന്ന് എല്ലാവരും മോശമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു റിയോ റൈറ്റിൽ കളിച്ചത്. പക്ഷെ അത് എനിക്ക് ആക്ച്വലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ കളി. ചെയ്യാൻ നോക്കിയ റൺസ് അതൊക്കെ കറക്റ്റ് റൺസ് ആയിരുന്നു. അങ്ങനെയുള്ള രീതിയിൽ റിയോ കളിക്കുന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ അവിടെ ലൂയിസ് പോൾ അല്ലേ, ലൂയിസ് പോളിനെതിരെയാണ് കളിക്കേണ്ടി വരിക. നല്ല രസമുള്ള ബാറ്റിലായിരിക്കും റിയോ വേഴ്സസ്. അതിപ്പോ ലൂയിസോള് നമ്മുടെ ലൈനപ്പ് വരുന്നവരെ ഉണ്ടാവോ നോക്കണം. യുണൈറ്റഡ് പുറകെ ഉണ്ട്. ഇനി അതും പോയാൽ വലിയൊരു ചേഞ്ച് ആയി മാറും. യെസ്, നമുക്ക് ന്യൂകാസലിന്റെ ടീം ഒന്ന് നോക്കാം. ഗോൾ കീപ്പർ ആരായിരിക്കും? ഗോൾ കീപ്പർ പ്രോബബ്ലി പുതിയ ഗോൾ കീപ്പർ ആയിരിക്കും അല്ലേ ഗണേശ? ഹോണിയക്കാണ് സാധ്യത. ഫുൾ ഫിറ്റ്നസ് ഇല്ലാതാ പറഞ്ഞേട്ടെ. ലാസ്റ്റ് മാച്ചില് അവര് കളിച്ച ലൈനപ്പ് അത് ആ പെനാൽറ്റി വന്ന ഗെയിം അല്ലേ, എല്ലാം പുറത്തടിക്കുന്ന ഒരു സംഭവം. സ്ട്രാസ്ബോർഗിന്റെ കൂടെ അതെ, എല്ലാം പുറത്ത്. ചാൾട്ടൺ, ഡാൻബേൺ, ഷഹാർ, ബാംബ, റാംസി, ടൂറെ, വില്ലോക്ക്, മർഫി ആൻഡ് ഒസൂല കളിച്ചത്. പിന്നെ ബെഞ്ചിന്ന് വന്നത് സെക്കൻഡ് ടീമായിരുന്നു കളിച്ചത്. അപ്പൊ ഫ്രണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഫ്രണ്ട് ഇല്ല, ബാൺസ് സ്റ്റാർട്ട് ചെയ്യും. ഒസൂലി ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ബാൺസ്, വിസ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എലാങ്ക, വോൾട്ട് മാഡെ ഇവരായിരിക്കും ഫ്രണ്ട് ഫോർ. ബസുമാന ടൂറയാണ് അവരുടെ മെയിൻ സൈനിങ്. മൂപ്പര് ബെഞ്ചിലായിരിക്കുമോ? ബെഞ്ചിലായിരിക്കും. ബാൺസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. പതുക്കെ പുള്ളിയത് പറ്റുള്ളൂ. ബാൺസ് നല്ല ഫോമിൽ നിൽക്കുന്നത് കഴിഞ്ഞ സീസണിലെ ഫോമും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്. കാരണം കൊണ്ടുവന്ന് കളിപ്പിക്കില്ല. ഈ ന്യൂകാസലിന്റെ മാച്ചുകൾ നോക്കുമ്പോ ഈ ഇതിനു മുമ്പുള്ള മാച്ചസിലും ഇവരൊക്കെ കളിച്ചിട്ടുണ്ടോ? വോൾട്ടമാഡയും വിസയൊക്കെ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. വോൾട്ടമാഡെ സപ്പോർട്ട് സ്ട്രൈക്കർ ആയിട്ടും വിസ ഫ്രണ്ടിലെ സ്ട്രൈക്കർ. വിസ ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. മീൻസ് ഈ കാരണം നന്നായിട്ട് പ്രസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ് വിസ ആയിരിക്കും ഇവരുടെ സ്റ്റാർട്ടിങ് സ്ട്രൈക്കർ. ബാക്കില് സപ്പോർട്ട് സ്ട്രൈക്കർ ആയിട്ടാണ് വോൾട്ടമാഡെ കളിക്കുക. റൈറ്റ് സൈഡിൽ എലാങ്ക വരും, ലെഫ്റ്റ് സൈഡിൽ ബാൺസ്. ഇതായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടൂറയൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ടൂറയൊക്കെ കൊണ്ടുവരും. മിഡ്ഫീൽഡ് പറഞ്ഞ പുതിയ സൈനിങ്സ് ഇവിടെ കളിക്കേണ്ടി വരും. ലൂയിസ് മൈലി മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ടാവും. അവരുടെ ഐ തിങ്ക് സുദീപ് പറഞ്ഞ കറക്റ്റാ. അതിന് തലേ ദിവസം ഒരു ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു, അതിനകത്ത് കളിച്ചതാണ് ഈ ഹോണിയെക്ക് എന്നൊക്കെ പറയാൻ തോന്നുന്നില്ല. ആ സീനിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കരയുണ്ട്. ലൂയിസ് ഹോൾ, സ്വെൻ ബോട്ട്മൻ, മാലിക് തിയാവ്, ലൂയിസ് മൈലി, ഷോൺ സ്റ്റെയർ നമ്മുടെ ഓബിന്റെ ഫേവറേറ്റ് പ്ലെയർ, യോഹാൻ വിസ, ബാൺസ്, എലാങ്ക, വോൾട്ടമാഡെ. ഇതായിരിക്കും ലൈനപ്പ്. അതെ. This is not bad. നല്ല എക്സ്പീരിയൻസ്ഡ് 4-2-3-1 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇൻ ഗെയിം 4-1-3-2 ആക്കും. ഒരു പ്ലെയറിനെ ബാക്കോട്ടേക്ക് വെച്ചിട്ട് ബാക്കി 5 പ്ലെയറിനെ മുന്നോട്ടേക്ക് തട്ടും. സോ മൂപ്പർക്ക് വിങ് വിടുത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഓടുന്ന പ്ലെയർ വേണം. അതാണല്ലോ എലാങ്ക. യെസ്, എലാങ്ക ഉണ്ട്. അതെ, എലാങ്ക, ബാൺസ് വൈഡ്, നമ്മുടെ നമ്പർ 10 ആയിട്ട് വോൾട്ടമാഡെ, യോഹാൻ വിസ ആസ് നമ്പർ 9 അല്ലേ? അതാണ് ഫ്രണ്ട് ഫോർ വരെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് വരെയെങ്കിൽ വിസയും വോൾട്ടമാഡെ അങ്ങനെ ഒരു സപ്പോർട്ട് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ വോൾട്ടമാഡെ അങ്ങ് തീർന്നുണ്ടാവും. മിഡ്ഫീൽഡിൽ ഒരാൾ മുന്നോട്ട് പോയിട്ട് വില്യം ഒസൂല ബെഞ്ചിലായിരിക്കും. അവരുടെ സ്റ്റാർ പ്ലെയർ അല്ലേ, വോൾട്ടമാഡെനെക്കാട്ടിലും ഹിറ്റായ പ്ലെയർ അല്ലേ? അതെ, പക്ഷെ സ്റ്റാർട്ട് ചെയ്യില്ല. ഒസൂല സൂപ്പർ സബ് ആയിട്ട് വരും. റൈറ്റ് ബാക്ക് ആയിട്ട് ഡെഡിച്ച് കളിക്കുമായിരിക്കും. മിഡ്ഫീൽഡ് ബാംബ, റാംസി ആയിരിക്കും. ആരായിരിക്കും മിഡ്ഫീൽഡ്? അതാ അറിയണ്ട. ടൊണാലിയും ബ്രൂണോയും പോയി, ലിൻഡോ ഇല്ല. ബാംബെ രാംസി ആയിരിക്കും കളിക്കാന്ന് തോന്നുന്നു. ബാംബെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ബാംബ മാത്രമേ ഉള്ളൂ DM.
വേറെ ആരുമില്ല. സ്ക്വാഡിൽ ബാംബു മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ റീപ്ലേസ്മെന്റ് ആയിട്ട് സൈൻ ചെയ്തത് മൂപ്പരാണ്. മൂപ്പരന്നെ ഇറങ്ങും. ലൂയിസ് മൈലിയും കളിക്കാൻ സാധ്യതയുണ്ട്. പ്രഷർ ഇസ് ഓൺ ലിവർപൂൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നോബഡി ഈസ് എക്സ്പെക്ടിങ് ദം ടു ഡു എനിത്തിങ്. അപ്പൊ ലിവർപൂളിന്റെ കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഗെയിം ആണ്, അവേ ഗെയിം ആണ്. ആൻഡ് അവർക്കൊരു ന്യൂ മാനേജർ ബൗൺസ്, നമ്മുടെ ന്യൂ മാനേജർ ബൗൺസ്, ആൻഡ് ഫാൻസ് വിൽ ബി ബിഹൈൻഡ് ദ മാനേജർ. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഈ ഷോയിൽ തന്നെ ജോൺ വന്നപ്പോൾ മോസ്റ്റ് ഓഫ് ന്യൂ കാസൽ ഫാൻസ് വർ ടയർഡ് ഓഫ് നമ്മുടെ Eddie Howe by the end of the tenure. അപ്പൊ ആ വഴി നോക്കുമ്പോൾ ഐ തിങ്ക് കുറച്ചും കൂടി ഫാൻ സപ്പോർട്ട് ഉണ്ടാവും. യങ് ടീമാണ്. പ്രഡിക്ഷൻസ് അതിനും ഒരു ഇൻട്രസ്റ്റിംഗ് ബാറ്റിൽ വരാൻ പോകുന്നത് നമുക്ക് ഇപ്പൊ ലിവർപൂള് ആ സിസ്റ്റം ഫുൾ അങ്ങോട്ട് വർക്കിംഗ് ആയിട്ടില്ലല്ലോ. കാരണം ഈ നമ്പർ 6 ഇല്ലാണ്ട് കളിക്കുന്ന ഉള്ളതായ രീതിയിൽ പലരും പറയുന്നുണ്ട്. ഇപ്പോ ജെയിംസ് പിയേഴ്സിന്റെ ഒരു ട്വീറ്റൊക്കെ വന്നു, അതായത് നമ്പർ 6 മേടിക്കുന്നുണ്ടാവില്ല, ആ ഒരു സ്റ്റൈലായിരിക്കും. കാരണം എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റൈലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടു പ്രീ സീസണിലൊക്കെ പതുക്കെ അത് സെറ്റ് ആവുള്ളൂ. അപ്പോ ഇതിലിപ്പോ വോൾട്ട്മാഡയുടെ പൊസിഷൻ ആ പ്ലെയറെ എങ്ങനെ ട്രാക്ക് ചെയ്യുന്നുള്ളതാണ്. കാരണം ആൾ ഇത്തിരി ഇറങ്ങിയാണല്ലോ കളിക്കുക. അപ്പൊ നമുക്ക് അവിടെ ചിലപ്പോൾ ഗ്യാപ്പിൽ, അപ്പൊ ഈ യാക്വേക്ക് ശരിക്ക് ഈ വോൾട്ട്മാഡെ ഫ്രണ്ടിലേക്ക് കയറി ചെന്നൊക്കെ ചലഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാനും ഒക്കെ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് അവിടെ അടയ്ക്കേണ്ടി വരും. കാരണം വോൾട്ട്മാഡെ പ്രോപ്പർ ഒരു ഫോർവേഡ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഇവർക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം. ഇപ്പൊ നമ്മുടെ ഡിഫൻസിന് അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ട് അത് നേരിടാൻ വേണ്ടി. അത് പതുക്കെ സെറ്റായി ശരിയാവും. പക്ഷെ ഈ മാച്ചിൽ വോൾട്ട്മാഡെ ഇങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഒരു സാധനമായിട്ട് വരും. എന്തായാലും മാച്ച് പക്ഷെ നമ്മുടെ കൺട്രോളിലായിരിക്കും. ഞാൻ പ്രഡിക്ഷനിലേക്ക് പോകാം. പ്രഡിക്ഷനാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഈ മാച്ചിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു കോർഡിനേഷൻ ഒന്നും വന്നിട്ടുണ്ടെന്ന്. അവരുടെ അറ്റാക്കിംഗ് പ്ലേയിലും ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ് ഇത്രയും ടീം പ്ലേയേഴ്സ് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ. പക്ഷെ ആളുടെ ഒരു ഫ്രണ്ട് ഫുട്ടഡ് കോച്ചാണ്. ആളങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കോച്ചാണ്. എന്നാലും ലിവർപൂള് ഏകദേശം സെറ്റായി തുടങ്ങുന്നുണ്ട്. അറ്റാക്കിങ്ങും ഒക്കെ ഏകദേശം പ്രീ സീസണിലൊക്കെ കുറച്ചൊക്കെ കോർഡിനേഷനൊക്കെ വന്നു. വേർഡ്സും ഇസാക്കും തമ്മിൽ ഒരു കോമ്പിനേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 0-2 എന്ന് പറഞ്ഞ സ്കോറിൽ ലിവർപൂൾ ജയിക്കുന്നതാണ് എന്റെ പ്രഡിക്ഷൻ. ക്ലീൻ ഷീറ്റ് വെച്ച് തന്നെ തുടങ്ങും. ഇസാക്ക് ഗോൾ അടിക്കും. 0-2 എന്നുള്ളതായിരിക്കും. ഓബിൻ നേരത്തെ പറഞ്ഞു 2-1 അല്ലേ ഓബിന്? 1-2. ഗണേശ? 1-3 ലിവർപൂൾ. ഓക്കെ. ഇസാക്ക് ഹാട്രിക്കാ? അതൊന്നും അറിയില്ല. 1-3 ലിവർപൂൾ. മേ ബി ഒരു ഡെബ്യൂട്ടന്റ് വേണമെങ്കിൽ ഒരു ഗോൾ അടിക്കട്ടെ ഫസ്റ്റ് ഗെയിം വെച്ച്. I think it will be 2-3 ലിവർപൂൾ. ഓക്കെ, എല്ലാവരും ഡിഫറെന്റ് സ്കോർ ലൈൻസ് ആണ്. എല്ലാവരും ലിവർപൂൾ വിൻ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട്. ഇസാക്ക് സെന്റ് ജെയിംസസ് പാർക്കിൽ തിരിച്ചുപോയി ഗോൾ അടിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രഡിക്ഷൻ എല്ലാവരും കൂടി നടത്തേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇസാക്ക് അടിക്കും. ഇസാക്ക് ഡെഫിനറ്റ്ലി ദേർ ഓൺ ദ സ്കോർ ഷീറ്റ്. ഷുവർ ആണ്. ഗണേശും പറഞ്ഞു ഷുവർ ആണ്. ഓബിൻ ഇസാക്ക് ഗോൾ അടിക്കുമോ? അടിക്കണം. കാരണം വേറെ ആരും ഗോൾ അടിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ സ്ക്വാഡിൽ. ഇപ്പോ ഉണ്ട്, ഗ്യാക്പോ ഉണ്ടല്ലോ. ഗ്യാക്പോ ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. സെന്റർ ഫോർവേഡ് ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഗെയിം. ഒരുപാട് ടച്ചസ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വെറും ഐസൊലേറ്റഡ് ആയിരുന്നു. ഒരുപാട് ടച്ചസ് കിട്ടും. ആ ഒരു ചുരുക്കം ഒരു 10-20 മിനിറ്റിന് ഒരു 10-15 ടച്ച് കിട്ടിയെങ്കിൽ ഇസാക്ക് ഗെയിമിൽ ഉറപ്പായിട്ട് ഗോൾ അടിക്കും. ഷുവറാണ്. കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ക്ലിയർ കട്ട് ചാൻസ് പോലും, ഒരു ഹാഫ് ചാൻസ് കിട്ടിയാൽ മതി അടിച്ചുള്ളിലാക്കും. ഞാൻ ആ പ്രീ സീസണില് ആ ഒരു ബോള് ഞാൻ അടിച്ച് പുറത്തടിക്കാനുള്ള ആംഗിളേ ഉള്ളൂ. അത് പോസ്റ്റ് തട്ടുന്ന ഞാൻ 1% പോലും ഞാൻ വിശ്വസിച്ചില്ല. അമ്മാതിരി ഒരു സ്ട്രൈക്കായിരുന്നു. നമ്മളത് പിന്നെ ലൂയിസ് സുവാറ സമയത്തൊക്കെയാണ് ഇമാതിരി ഒരു സ്ട്രൈക്കറുടെ ഇങ്ങനത്തെ ഷോട്ടൊക്കെ കണ്ടത്. അതിനുശേഷം ഒരു ഷോട്ട് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഒരു ഹാഫ് ചാൻസ് ഒക്കെ കിട്ടി അടിച്ചുള്ളിലാക്കുന്ന ഒരു പ്ലെയർ ആണ്. അതായത് കോൺഫിഡൻസ് എത്രത്തോളം പ്ലെയറിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മള് കണ്ടതാണ് പ്രീ സീസണിൽ ഇസാക്കിന്റെ പെർഫോമൻസ്. അപ്പൊ കഴിഞ്ഞ സീസൺ ഫുൾ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ പോലും കോൺഫിഡൻസ് ലെവൽ വളരെ മോശമായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് ആയപ്പോൾ ആള് സെറ്റായി. സ്വീഡനിൽ പോയിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് സെറ്റായി. നമുക്കൊരു അതായത് ന്യൂ കാസിൽ എങ്ങനെ കളിച്ചിരുന്നോ ആ ഒരു ഇസാക്കിനെ ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്.
അപ്പോ അതായത് ഡെഫിനറ്റ്ലി ഹി വിൽ ഡു വെൽ. കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ ഫോർവേഡ് ഐസൊലേറ്റഡ് ആയിരുന്നു, ഈ സീസണിൽ ഇസാക്കുലേറ്റഡ് ആവും. Okay, എന്റെ പ്രഡിക്ഷൻ 1-3 ആണ്. 1-3 എന്റെ പ്രഡിക്ഷൻ 1-3 ആണ്. 1-3 ആണോ? എല്ലാവരും ഡിഫറെന്റ് പ്രഡിക്ഷൻസ് ആണ് ഇത്തവണ. സോറി മാറ്റാം. അപ്പൊ നിങ്ങളെല്ലാരും ലിവർപൂൾ കൺസീഡ് ചെയ്യുന്നതാണ് പറയണത് അല്ലേ? ഞാൻ മാത്രമാണ് നമുക്കൊരു ക്ലീൻ ഷീറ്റ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. എന്റെ മനസ്സ് പറയുന്നു എലാങ്കോ കാരണം ഒരു ഗോൾ വരുന്നു, അതുകൊണ്ടാണ്. 1-2, ഗണേഷ് 1-3, സുദീപ് 0-2, ഞാൻ പറയുന്നു 2-3. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഗെയിം. ഞാൻ ഈ ഫസ്റ്റ് പ്രിവ്യൂന് ഈ മാച്ച് സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ മാച്ച് ഇതാണ്. കാരണം ഇതൊരു ലോക്കൽ ഡാബിയാണ്, തൊട്ടടുത്തുള്ള രണ്ട് ക്ലബ്ബുകളാണ്, പ്ലസ് ഫോർമർ ലിവർപൂൾ മാനേജേഴ്സ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഫോർമർ ലിവർപൂൾ പ്ലേയേഴ്സ് yes against each other. Former Real Madrid managers. ഫോർമർ എന്ന് പറയണ്ട, കഴിഞ്ഞ സീസണിലെ 2 റയൽ മാഡ്രിഡ് മാനേജേഴ്സ്. Yes, former Spanish players together won the World Cup and all that. So ഈ വീക്കിലെ പ്രശ്നം എന്താ പറയുക, പ്രിഡിക്ട് ചെയ്യാൻ ഭയങ്കര പാടാ. നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ടീം. ബൈ ദ വേ ചെൽസി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ പ്രീ സീസൺ ഒക്കെ കണ്ടാണ്, കിടിലം കളി. അവർ നല്ല കോർഡിനേഷൻ ഉണ്ട്. അതായത് മൂപ്പരെ ഇറങ്ങി കളിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെ പാസ് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു പറയണമെങ്കിൽ അമ്മാതിരി പാസ് അവിടെ കൊടുക്കണം. അപ്പോ സാവി അലോൻസോ എത്രത്തോളം പാസ് ചെയ്ത് നമുക്കറിയാം. അപ്പോ ആ മൂപ്പരാണ് കളത്തിൽ ഇറങ്ങി ട്രെയിനിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോ അതിന്റെ ഗുണം ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അതായത് അതിലുള്ള എന്താ പറയാ അഡ്വാൻറ്റേജ് മൊത്തം ജോബ് ബെഡറൊക്കെയാണ്. മൂപ്പരെ ഫോക്കസ് ചെയ്താണ് ഫുൾ ഗെയിം ഉള്ളത്. ട്രെയിനിങ്ങിൽ സാബി അലോൺസ് അങ്ങനെ പാസ് ചെയ്യും, പക്ഷെ ഓൺ പിച്ചിൽ അങ്ങനെ പാസ് ചെയ്യാൻ സാബി അലോൺസ് ഇറങ്ങുന്നില്ല. അതാണ് പക്ഷെ അതായത് പരമാവധി അവര് ജോബ് ബെഡറിനെ യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്. എൻസോ എന്തായാലും കളിക്കലുണ്ടാവില്ല, കാരണം വേൾഡ് കപ്പിൽ നിന്ന് വന്നത് ലേറ്റ് ആണ്. നമ്മുടെ മെക്കാലിസ്റ്ററിന്റെ അതേ അവസ്ഥയായിരിക്കും. ബെഞ്ചിൽ നിന്നിട്ട് അവസാനം ഇറങ്ങി വരുന്ന സാധ്യതയുള്ളൂ. ഇറങ്ങി വന്നില്ലെങ്കിൽ അപ്പൊ തുടങ്ങും റൂമേഴ്സ്. 3 at the back ആയിരിക്കും എന്ന് തോന്നുന്നു. 3 at the back ഷുവർ ആണ്. ഷുവർ. ഒരു സൈഡിൽ പെഡ്രോ നെറ്റോ പോയിട്ടില്ലല്ലോ അല്ലേ? നെറ്റോ അവിടെ തന്നെ ഇല്ലേ? നെറ്റോ റൈറ്റ് വിംഗ് ബാക്ക്, ലെഫ്റ്റ് വിംഗ് ബാക്ക് പലസ്ട്ര. ഇതായിരിക്കും അവരുടെ സ്റ്റാർട്ടിങ്. ടീം അവര് പ്രീ സീസണില് മിക്ക ടീം ലാസ്റ്റ് ഗെയിം എന്തോ അവര് ഫുൾ ടീം വെച്ചാ ഇറങ്ങിയത്. അതായത് ഒരു ട്രയൽ പോലെ ഇറങ്ങി തോന്നുന്നു എനിക്ക്. ഞാനത് ഓർമ്മയില്ല. മറ്റേ പലസ്ട്രയും നെറ്റവും റൈറ്റ് വിംഗ് ബാക്ക് ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് കണ്ടു. ഞാൻ ടീം വായിക്കാം. റോബർട്ട് സാnchez, മാർക്കോ പലസ്ട്ര, ലക്രോ, റീസ് ജെയിംസ്, വെസ്ലി ഫൊഫാന, ലെവി കോൾവിൽ, മോർഗൻ റോജേഴ്സ്, കോൾ പാമർ, മോയിസസ് കൈസൈഡോ ആൻഡ് പെഡ്രോ നെറ്റോ. കറക്റ്റ് തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ജാവോ പെഡ്രോ വരും, എന്നിട്ട് പ്രോബബ്ലി നെറ്റോ പുറത്തിരിക്കും, ആൻഡ് റീസ് ജെയിംസ് ആൻഡ് പലസ്ട്ര. ജെയിംസ് ആണ് കൈസൈഡോയുടെ പാർട്ട്ണർ. ജെയിംസ് ആണ് കൈസൈഡോയുടെ പാർട്ട്ണർ. 3-4-3 കൈസൈഡോ ഡബിൾ പിവറ്റില്, മോർഗൻ റോജേഴ്സ് ആൻഡ് കോൾ പാമർ 2-10, ആൻഡ് ഡിഫൻഡേഴ്സ് വിൽ ബി പലസ്ട്ര, ലെക്രോ, ഫൊഫാന, കോൾവിൽ. അവിടെ നെറ്റോ ആണ് കളിച്ചത് അല്ലെ വിംഗ് ബാക്ക് ആയിട്ട്. ഇനിയിപ്പോ നെറ്റോ പോവാണെങ്കിൽ മാലോഗസ്റ്റോ അവിടെ ഉണ്ട്. ക്വെൻഡ വരുന്നുണ്ടാവും അല്ലെ സെക്കൻഡ് ഹാഫിൽ. ക്വെൻഡ അതെ നല്ല ടീമൊക്കെ കിട്ടില്ലായിരുന്നു. അവര് നല്ല സെറ്റ് ആയിട്ടുണ്ട്. മൂപ്പര് പ്രീ സീസൺ മുതൽ വന്നോണ്ട് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഒരു ചേഞ്ച്, ഫൊഫാന സ്റ്റാർട്ട് ചെയ്യൂല, സസ്പെൻഷൻ ഉണ്ട്. ഓക്കേ, ലാസ്റ്റ് ഗെയിം അപ്പോ ഹറ്റോ ആയിരിക്കും. ഹറ്റോ ഇറങ്ങും, ഇല്ലെങ്കിൽ അച്ചമ്പോങ് ഉണ്ട്. അതിന് ഒരാളിറങ്ങും. അവർക്ക് സെന്റർ ബാക്ക് ഒരുപാടുണ്ട്. ബാഡിയശീലയൊക്കെ വിറ്റ ശേഷമാണ് ഇത്രയും ഓപ്ഷൻസ്. അവിടെ ചലോബ പോയി, എന്നിട്ടും ഓപ്ഷൻസ് ഉണ്ട്.
ഡിസാസി പോയി. ആ ഇനിയും ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ അച്ചംബോങ്ങിനെ ഇറക്കാം, അല്ലെങ്കിൽ ജാറൽ ഹട്ടോനെ ഇറക്കാം. ഒരുപാട് സെന്റർ ബാക്സിന്റെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ ഫൊഫാന ആയതുകൊണ്ട് അച്ചംബോങ് തന്നെയാണ് ഇറങ്ങാൻ സാധ്യത. ഇപ്പുറത്ത് കോൾവിൽ കളിക്കുമല്ലോ LCB ആയിട്ട്. ഫുള്ളമിന്റെ ടീം എന്ന് വായിക്കാം. ലാസ്റ്റ് മാച്ച് കളിച്ച ടീമാണ്. ഇതന്നെയായിരിക്കും തോന്നുന്നു എനിക്ക്. ബേൺഡ് ലെനോ, റോബിൻസൺ, കസ്റ്റാഗ്ന, ബാസി, ജോഷ് കിങ്, പലാസിയോസ്, സാൻഡർബർഗ്, ക്വെൻസ, ഓസ്കർ ബോബ്, ഗൊൻസാലോ ഗാർസിയ, അലക്സ് ഇവോബി. ഫസ്റ്റ് 11 ഇസ് ക്വൈറ്റ് ഗുഡ്. ഓക്കെ, മോശമൊന്നും പറയാനില്ല. ഫസ്റ്റ് 11 ഞാൻ ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ഗൊൻസാലോ ഗാർസിയ. നല്ല പ്രോപ്പർ നമ്പർ 9 ആണ്. എനിക്ക് അവന്റെ ബാക്കിൽ കളിക്കുന്ന പലാസിയോസിനെയും. എല്ലാരും പ്രഡിക്ഷൻ പറഞ്ഞേക്ക്. അടിപൊളി പ്രഡിക്ഷൻ ചെൽസി ജയിക്കും. 1-2 ചെൽസി. പറ. ഞാൻ 2-1 ആക്കണോ 2-2 ആക്കണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. 2-1 ഫുൾഹാമോ? പറ. 2-2. 2-0 ചെൽസി. 2-0 ചെൽസി. സുഖമായിട്ട് കളിക്കും അവര്. എല്ലാം ടൈപ്പ് ചെയ്ത് ഇടാൻ പോകണം. എല്ലാവരും പ്രഡിക്ഷൻസ് ഇടണ്ടേ? അത് വേണമല്ലോ, അത് റിവ്യൂ ചെയ്യണ്ടേ. 2-0 ചെൽസി. ഞാൻ പറയുന്നു 1-1 ഡ്രോ. 1-1 ഡ്രോ. ഓക്കെ. ആർപ്പലോവ എങ്ങനെ പ്രീമിയർ ലീഗ് സ്റ്റൈലില് അഡാപ്റ്റ് ചെയ്യുന്നുള്ളതാണ് അറിയാനുള്ളത്. ആർപ്പലോവ അവിടെ അധികം അങ്ങനെ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. മാനേജർ പോയിട്ട് വേറെ ഒന്നുമില്ല. പ്ലേയേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അഡീഷൻസ് ആണ് കൂടുതൽ. വിൽസൺ പോയി, ഹാരി വിൽസൺ പോയില്ലോ. മെയിൻ അവരുടെ മെയിൻ ഗോൾ സ്കോറിംഗ്, മെയിൻ സെറ്റ് പീസ് ഒക്കെ ചെയ്തിരുന്ന പ്ലെയർ. ഗോൾ സ്കോർ ചെയ്യാൻ സെന്റർ ഫോർവേഡിന് മേടിച്ചിട്ടുണ്ട്. അവന്റെ ബോൾ എത്തിച്ചാൽ മതി. അടിപൊളി കളിയാണ്. ഹിമിനസിന്റെ പോലെ തന്നെയുള്ള ഒരു പ്ലെയർ തന്നെയാണ് അവർക്ക് വന്നിട്ടുള്ളത്. അതായത് ഹെഡ് ചെയ്യാൻ പറ്റുന്നത്. ടോറസ് ലെവൽ ഫിനിഷ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതായത് ഇവരുടെ മറ്റേ കോപ്പ ഡെൽറേ സമയത്തൊക്കെ മൂപ്പര് ഇറക്കി വിടും പ്ലേയേഴ്സിന്. ഫെർണാണ്ടോ. Yes, next interesting game, City versus Bournemouth. കമ്മ്യൂണിറ്റി ഷീൽഡ് സിറ്റി ആണെങ്കിൽ ബോൺമത്ത് ജയിക്കുന്നു ആദ്യം പറയാ. കുറച്ച് ആഴ്ച കൂടി കഴിഞ്ഞ സിറ്റി ആയതുകൊണ്ട് നോക്കേണ്ടി വരും. കമ്മ്യൂണിറ്റി ഷീൽഡ് കണ്ടിട്ട് സിറ്റി എന്താ കളിക്കാൻ അറിയാതെ ഗ്രൗണ്ടിൽ വന്ന പോലെ ഉണ്ട്. എന്താ അതില്ലേ. ഒരാഴ്ചയും കൂടി കഴിഞ്ഞ ഹാലൻഡ് ആണ്. I do think like എന്റെ ഒരു പ്രൊഡിക്ഷൻ ബോൺമൗത്ത് ജയിക്കുന്ന തോന്നുന്നു. 2-1 ബോൺമൗത്ത്. സിറ്റി ഇനി സെറ്റ് ആയിട്ടില്ല. അതായത് ഇയാളുടെ ഈ പൊസിഷൻ സ്ട്രിക്ട്നെസ് ഒന്നും ഹാലൻഡിന് പറ്റില്ല. അങ്ങനെ കളിച്ച് ശീലിച്ചു പോയി. തിരിച്ച് ഈ മൂപ്പരുടെ സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മൊത്തം എല്ലാരും ഡൗൺ ആയിരിക്കും. നമ്മള് ക്ലോപ്പ് പോയപ്പോ സംഭവം എങ്ങനെയോ ആ ഒരു രീതിയിൽ ഒരു കപ്പ് അടിച്ചു കൂട്ടി. അതിനുശേഷം ഉള്ള സംഭവമാണ് അവർക്ക് ഓൾറെഡി വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഇയർ ആണ് അവരുടെ ഫസ്റ്റ് ഇയർ. അതായത് അവർക്ക് ആ ഒരു പാറ്റേണിൽ കളിച്ച് ശീലിച്ചു പോയി. കുറെ പ്ലേയേഴ്സ് പോയി എങ്കിലും സ്റ്റിൽ ആ ഒരു അഡാപ്റ്റേഷൻ ഒരുപാട് ബുദ്ധിമുട്ടാവുന്ന തോന്നണേ. ഫസ്റ്റ് ഗെയിം തോൽക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു പ്രഷർ ഉണ്ട്. എസ്പെഷ്യലി ഈ ഷീൽഡ് ഗെയിം മറ്റേ ഫൺ ഗെയിം ആണെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു വിധമായ ഒരു പൊസിഷൻ ഇല്ലാതെ പ്ലേയേഴ്സ് ബോൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഈ റയൻ ചർക്കിയൊക്കെ കഴിഞ്ഞ സീസണിൽ സ്റ്റാർ പ്ലെയർ ആയിരുന്നു. ബോളും വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ഐഡിയ ഇല്ലാതെ തലങ്ങും വിലങ്ങും ഓടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എക്സ്പെക്ടിങ് ബോൺമൗത്ത് ടു വിൻ. അവര് മാനേജർ ചേഞ്ച് ചെയ്താലും അതേ ഇന്റൻസിറ്റിയോടെ അതേ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു മാനേജറിനെയാണ് അവര് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഐ ഡോണ്ട് തിങ്ക് ദർ വിൽ ബി മച്ച് ചേഞ്ച് ഇൻ ദിയർ ടാക്ടിക്സ്. ഇതില്
ഈ സെറ്റ് ആവാത്തൊരു പ്രശ്നം അവിടെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം റൈറ്റ് ബാക്ക് നമ്മളെല്ലാവരും ന്യൂനിയസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവൻ കമ്മ്യൂണിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത് കുഷനോവാണ്. അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ബേസിക്കലി ബാക്ക് ഫോറിലുള്ളത് 3 സെന്റർ ബാക്സും ഒരു മിഡ്ഫീൽഡറാണ് നിക്കോറേലി. എന്തിനാണ് അങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇതുവരെ ഇല്ല. മിഡ്ഫീൽഡിലുള്ളത് ഒന്ന് പുതിയതായിട്ട് ക്ലബിൽ വന്ന് ആൻഡേഴ്സണും, അഗൈൻ വേൾഡ് കപ്പ് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടല്ലേ വന്നത്. മറ്റേ സൈഡിൽ കളിക്കുന്ന കോവാച്ചിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈസ് എ ബാക്കപ്പ് പ്ലെയർ. 33 വയസ്സായി, ഈസ് എ ക്ലിയർലി എ ബാക്കപ്പ് പ്ലെയർ അവിടെ. അപ്പം ഇവർ രണ്ടാളെയും വെച്ചിട്ട് ഈ ബാക്കിൽ ഡിഫൻസ് റൈറ്റ് ബാക്ക് ഇല്ല, ലെഫ്റ്റ് ബാക്ക് ഇല്ല, മേക്ക് ഷിഫ്റ്റ് ആണ് എല്ലാം. ഇത്രയും അൺസർട്ടനിറ്റി ഉണ്ട്. ഈവൻ മുന്നിലാണെങ്കിൽ പോലും ചെർക്കി അഗൈൻ കെയിം ലേറ്റ്. ഇതൊക്കെ ചെർക്കി വന്നതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ചെർക്കി മൈറ്റ് സ്റ്റാർട്ട് ടുമോറോ, പ്രോബ്ലി ആഫ്റ്റർ ബെഞ്ച്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹാലൻഡിന് ബോൾ കൊടുക്കാനും ആളില്ല, ഹാലൻഡ് അല്ലാണ്ട് ഗോൾ അടിക്കാനും ആളില്ല. ഈ സെമന്യോ വൈഡ് റൈറ്റ് എക്സ്പെരിമെന്റ് എപ്പൊക്കെ ഉണ്ടോ അതൊക്കെ ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ. സെമന്യോ ഓൺ ലെഫ്റ്റ് ഇസ് സ്കോറിംഗ് ഗോൾസ്, സെമന്യോ ഓൺ റൈറ്റ് ഇസ് നോട്ട്. അല്ല, അതിലൊരു സൗകര്യം വന്നിട്ടുണ്ട് ആക്ച്വലി ഇപ്പോ. കാരണം ഞാൻ ഡോക്കു ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മിക്കവാറും അപ്പൊ സെമന്യോനെ ലെഫ്റ്റിൽ കളിപ്പിക്കാനുള്ള ഒരു ചാൻസ് വന്നിട്ട് ചെയ്യുമോന്നറിയില്ല. ഈ നിക്കോ ഒറൈലി ഇപ്പൊ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് എന്നെ ഏത് പൊസിഷനിൽ കളിപ്പിക്കണോ അവിടെ ഞാൻ മിഡ്ഫീൽഡ് കളിക്കാൻ ഞാൻ റെഡിയാണ്, അവിടെ എന്നെ കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കളിക്കും, ഞാൻ അവിടെയാണ് കളിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് ഇതിൽ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ ചെറുക്കി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. മറ്റേ വേൾഡ് കപ്പിൽ അങ്ങനെ അധികം കളിയൊന്നും കളിച്ചിട്ടില്ല. മാത്രമല്ല മിഡ്ഫീൽഡേഴ്സിന് ആരുള്ളത്, റോഡ്രി പോയതോടുകൂടി അവിടെ പ്രശ്നമായി, നിക്കോ പോവാൻ നിൽക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഓറേലി ചിലപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എലിയട്ട് ആൻഡേഴ്സിന്റെ ഒക്കെ ഒപ്പം ചെറുക്കിയും സ്റ്റാർട്ട് ചെയ്യും, ഫോർഡൻ റൈറ്റിലേക്ക് പോകുന്നുണ്ടാവും, സെമന്യോ ലെഫ്റ്റിലേക്ക് വരും. അപ്പൊ ആ കുറച്ചും കൂടി ഒരു ബാലൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഗാർഡിയോള് ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ റിക്കോ ലൂയിസിനെ ഉപയോഗിക്കുന്നുണ്ടാവും, ന്യൂനസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് അവിടെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പെപ് ഗാർഡിയോളയുടെ അതേ സ്റ്റൈലാണ് മരസ്ക എന്ന് പറഞ്ഞാലും അങ്ങനെ അത്രയും പറയാൻ പറ്റില്ല. മരസ്ക കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം പെപ് ഗാർഡിയോള അന്നത്തെ അതിൽ നിന്ന് വേറൊരു വഴിക്ക് പോയി ഓൾറെഡി. കാരണം പെപ്ജിൻ ലിൻഡേഴ്സ് ഒക്കെ വന്നതിന് ശേഷം കുറെ പരീക്ഷണങ്ങൾ നടത്തി. അല്ലെ, ടു അപ്പ് ദ ഫ്രണ്ടും അങ്ങനെ പല പല രീതിയിൽ ഹാലൻഡിനെ എങ്ങനെ ഉപയോഗിക്കാന്നുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി വേറെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വേറൊരു മരസ്കയുടെ അതിൽ നിന്ന് വേറൊരു റൂട്ടിലേക്ക് എത്തി ഓൾറെഡി. മരസ്ക എപ്പോഴും മരസ്കയുടെ ഒരു സ്റ്റൈലിൽ പോകാനാ നോക്കണേന്ന് തോന്നുന്നു. വർക്കൗട്ട് ആവാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഒരു 5-6 വർഷം ജോസെ മൊറീനിയോ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് മറ്റേ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കാൻ നോക്കി അസിസ്റ്റന്റ്, എന്നിട്ടും പെപ് ഗാർഡിയോള മടുത്തില്ല. ബയേണിൽ പോയിട്ട് ക്ലോപ്പിനെതിരെ സ്ഥിരമായിട്ട് പോരടിച്ച് മടുത്തില്ല. പ്രീമിയർ ലീഗില് ക്ലോപ്പിനെതിരെ മാർക്കറ്റക്കെതിരെ മടുത്തില്ല. പെപ് ലിൻഡേഴ്സ് വന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ അങ്ങനെ നിർത്തിയിട്ട് പോയില്ല. ഇറ്റലി കോച്ചായിട്ട് വിളിച്ചു, കോച്ചിങ് തന്നെ വെറുത്തു പോയി തോന്നുന്നു. പ്രഡിക്ഷൻ പറ. ഗണേശൻ പറഞ്ഞു 1-2 ബോൺമത്ത്. ഓബിൻ 2-1 സിറ്റി. 2-1 സിറ്റി. അലമ്പ് കളിയായിരിക്കും, പക്ഷെ ജയിക്കും. 2-1 സിറ്റി. ഈ സലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹാലൻഡും ആദ്യത്തെ കളി ഗോൾ അടിക്കും. അങ്ങനെയാണ് ഹാലൻഡിന്റെ ഒരു രീതി. 2-1 സിറ്റി. ബോൺമത്ത് പുതിയ മാനേജർ ചേഞ്ചസ് അവിടെയുണ്ട്. അപ്പോ അത് സെറ്റായി വരാൻ ടൈം എടുക്കുന്നതാണ് എന്റെ ഒരു കണക്ക്. 2-1 സിറ്റി. ഞാൻ 2-2 ഡ്രോ ആ പറയുന്നു. എനിക്ക് സിറ്റിയുടെ ഡിഫൻസിൽ കുറച്ച് സംശയമുണ്ട്. ബോൺമത്തിലും ഗ്രൂപ്പി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനിയുള്ള ഗെയിം ഐ തിങ്ക് കുറച്ചും കൂടി ഈസിയർ ടു പ്രഡിക്റ്റ് ആണ്. കോവൻട്രി വേഴ്സസ് ആർസണൽ വേഴ്സസ് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ്. അതെ, അറ്റാക്കിംഗ് ചാമ്പ്യൻസ് ആണെന്നാണ് മാനേജർ പറയുന്നത്. പറഞ്ഞിരിക്കണേ. അതെ, അത് കാര്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ലാംബേർട്ട് വേഴ്സസ് ആർട്ടേറ്റ, അതാണ് അതിന്റെ രസകരമായിട്ടുള്ള കാര്യം. സൈഡ് ലൈനിൽ ആർട്ടേറ്റയും ലാംബേർട്ടും ഉണ്ടാവും.
അതില് ആഴ്സണൽ ജയിക്കും 3-0 കംഫർട്ടബിൾ വിൻ 3-0 ഈവൻ 4-0 എത്തിന്ന് വരാം 3-0 ഫോർ ആഴ്സണൽ. 2-0 2-0 ആർസണൽ. 2-0 ആർസണൽ. ഗണേശ 4-0 ആർസണൽ. എന്റെ അമ്മോ. യെസ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആർസണൽ വിൻ. 2-0 ആർസണൽ. 2-2 2-4 ആണല്ലേ? അല്ലല്ല 3-0. ഞാൻ 3-0 3 ആണ്. ഓക്കെ, ഇതിനൊക്കെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. കൊവൻട്രി വന്നു, കൊവൻട്രി ആദ്യത്തെ കളിയിൽ എന്താ ഒരു യു ആർ ഗോയിങ് ടു എമിറേറ്റ്സ്, അധികം ചെയ്യാനൊന്നുമില്ല. അപ്പോ നോക്കിയാൽ മതിയാവും. എവേ ഗെയിം ആണോ? ഹോം ഗെയിം ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അതെ, ഹോം ഗെയിം ആയിരുന്നെങ്കിൽ. പിന്നെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ട് ഫസ്റ്റ് കളി എല്ലാരും ഫുൾ ഓൺ ആയിരിക്കും, ക്രൗഡും എമിറേറ്റ്സും. ആർസണലിലുള്ള ആകെ അറിയാം മേ ബി ഈ ഒരു ഫിക്സർ ചിലപ്പോ ഒരു 4-ാമത്തെ 5-ാമത്തെ ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടഫ്. ആദ്യത്തെ ഗെയിം തന്നെ അവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നു. ബ്രൂണോ ഗെമേറസിന്റെ ഇഞ്ചറി മാത്രമാണ് ഒരു കൺസേൺ. ബ്രൂണോ ഗെമേറസിന്റെ ഇഞ്ചറി മാത്രമാണ് ഒരു കൺസേൺ ആർസണലിൽ വന്നിട്ടുള്ളത്. കൺസേൺ ഒന്നുമില്ല, തൂവേണ്ടി കളിയും. നമുക്കല്ല അങ്ങനത്തെ പ്രശ്നമുള്ളൂ, അവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പറ, ഹൾ വേഴ്സസ് യുണൈറ്റഡ് പ്രഡിക്ഷൻസ്. യുണൈറ്റഡ് ജയിക്കും. യുണൈറ്റഡ് 0-3. പിന്നെ ചാമ്പ്യൻഷിപ്പിൽ 66 ഗോൾ വാങ്ങിയ ഹള്ളാണ് ഇവിടെ ഗോൾ വാങ്ങാണ്ടിരിക്കുന്നത്. അവിടുത്തെ താഴ്ന്ന മേലോട്ട് 5-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ഹള്ള് ഗോൾ വാങ്ങിയത്. സെയിം പ്രഡിക്ഷൻ ലൈക്ക് ഓബിൻ 0-3. 1-3 എന്നുള്ള സ്കോർ ആയിരിക്കും. കാരണം ഹള്ള് പറഞ്ഞ അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യത്തെ മാച്ചാണ്, ഫുൾ എനർജി ആയിരിക്കും ആദ്യത്തെ മാച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും സെക്കൻഡ് ബോൾ അടിക്കേണ്ടി വരും. 1-3 എന്നുള്ള സ്കോർ അതായിരിക്കും. എംബോമ ഗോൾ അടിക്കും, സ്ട്രൈക്കറായിട്ട് കളിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാരും 3 അടിക്കും. എല്ലാരും യുണൈറ്റഡിന്റെ FPL യുണൈറ്റഡിന്റെ പ്ലെയർ ഇട്ടിട്ടുണ്ടാവും. എംബോമയാണ് ക്യാപ്റ്റൻ. ശരിക്കും അടുത്ത മാച്ചിന്റെ ഡിസ്കഷൻ. സത്യം ഈ FPL തുടങ്ങുമ്പോ സാല ഇല്ലാത്തത്, സാലയാണ് സാധാരണ ക്യാപ്റ്റനായിട്ട് തുടങ്ങുക നമ്മളെല്ലാരും. സാല ഇല്ലാതെ വേറൊരു ക്യാപ്റ്റൻ ചൂസ് ചെയ്യേണ്ടി വന്നു ഇപ്രാവശ്യം. ഫസ്റ്റ് കളി കൺഫേംഡ് ഗോൾ ആയിരുന്നു. അതെ, ഇതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരാച്ച സംസാരിക്കും? I think this is going to be one of the matches of the week. Wow. And I root for ഇത്രയൊക്കെ സൈനിങ് ചെയ്തിട്ട് സ്പേഴ്സ് gonna lose. That's my prediction. ഞാനും sure ബ്രെൻഫോർഡ് കേറും. സ്പേഴ്സ് ഡിസേർബിന്റെ മറ്റേ ഹൈ ഇന്റൻസിറ്റി സ്റ്റൈലിൽ ഞങ്ങൾ സെറ്റ് അടിക്കുന്നു. അടപ്പൂര് ഇവന്മാര് അതായത് ഈ പ്ലേ ഔട്ട് ഫ്രം ദ ബാക്കും ഹൈലൈനൊക്കെ കളിക്കുകയാണെങ്കിൽ അതിനെ പൊളിച്ചെടുക്കാനുള്ള ടീം ബ്രെൻഫോർഡിന് ഇപ്പൊ ഉണ്ട്. അത് അവര് സ്ട്രെങ്തൻ ചെയ്തിട്ടുമുണ്ട്. സോ എന്താ പറയാ, തിയാഗോവും മറ്റേ കെവിൻ ഷാഡയും കിഡിലൻ എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിക്കുന്നുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതായത് നമ്മള് ലിവർപൂൾ ജേഴ്സിയിൽ കാണണം എന്ന് വിചാരിച്ച ഒരു പ്ലെയറിനെ അവര് മേടിച്ചിട്ടുണ്ട്. മഹമ്മദ് സങ്കരെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. യുവമാരുടെ പഴയ രീതിയാണ് കളി എങ്കിൽ സുഖമായിട്ട് ബ്രെൻഫോർഡ് ജയിക്കും. ആ ടൊണാലി ഉണ്ട്, അവരൊക്കെ ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ബ്രെൻഫോർഡ് വിൽ വിൻ. അതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. സ്കോർലൈൻ ഞാൻ ഡ്രോ ആണ് പറയുന്നത്. സ്കോർലൈൻ മാച്ചസ് ഓഫ് ദ വീക്കെൻഡ്, വൺ ഓഫ് ദി മാച്ചസ് ഓഫ് ദി വീക്കെൻഡ് 3-2 ബ്രെൻഫോർഡ്. 3-2 ബ്രെൻഫോർഡ്. ഓ, അപ്പോ സ്പേഴ്സ് 2 അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. നല്ല ഓപ്പൺ ഗെയിം ആണെന്ന് പറയുന്നില്ല, അവര് 2 അടിക്കും, തിരിച്ചു മേടിക്കും, ഉറപ്പായിട്ട് മേടിക്കും. ഞാൻ 1-1 ഡ്രോ ആവാനേ ചാൻസ് ഉള്ള നല്ല മാച്ച് ആയിരിക്കും. മാച്ച് ഓഫ് ദ വീക്ക് ആയിരിക്കും ഈ മാച്ച് എന്നുള്ളത്. 2-1 ബ്രെൻഫോർഡ്. 2-1
എല്ലാരും ബ്രെൻഫോർഡ് അല്ലേ? കുറെ പ്ലേയേഴ്സിനെ മേടിച്ചിട്ടുണ്ട്. ടൊണാലി ഉണ്ട്, റോബർട്ട്സൺ ഉണ്ട്. സെന്റർ ബാക്ക് പേര് തന്നെ മാറിയിട്ടുണ്ട്. വാൻ ഹെക്കയും സെനേസി ആണ് സെന്റർ ബാക്ക് പേരായിട്ട് കളിക്കാൻ പോകുന്നത്. I'm പെഡ്രോ going പോറോ for ഇല്ല. a 1-2 Spurs win. Wow. വരട്ടെ. Okay. അങ്ങനെ വരട്ടെ. ഇൻട്രസ്റ്റിംഗ്. 1-2. ഓക്കെ, സ്പേഴ്സ് ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 1-1 ഡ്രോ. അതായത് നമ്മള് ഈ ചേഞ്ചസ് എന്നൊക്കെ പറയുമ്പോ 90% അതായത് സ്റ്റാർട്ടിംഗ് ലെവൽ മൊത്തം മാറ്റാൻ നിൽക്കുന്നവരാണ് സ്പേഴ്സ്. അപ്പോ ബാക്കിയുള്ളവര് ചേഞ്ചസ് കാരണം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ ഐ ഡോണ്ട് തിങ്ക് ഹൗ സ്പേഴ്സ് വിൽ സർവൈവ് എന്നാണ് എന്റെ ഒരു ചോദ്യം. ചേഞ്ചസ് വിൽ അഫക്ട് ദ ടീം എന്നാ പറയുന്നത്. 11 പേരും മാറ്റാൻ നിൽക്കുകയാണ് അവര്. ഇതിപ്പോ സവീനിയോയും മാർമൂഷും കിട്ടിയ ഗ്യാക്പോനെ വരെ മേടിക്കാൻ നോക്കി നിൽക്കുന്നവരാണ്. അപ്പൊ മൊത്തം 11 മാറും. അപ്പോ അതിലൊരു കോർഡിനേഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ ഏറ്റവും. നോക്കാം. നല്ല ഗെയിം ആയിരിക്കും. ഓപ്പൺ ഗെയിം ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് വെൻ ബ്രെൻഫോർഡ് പ്ലേസ് ഇറ്റ് വിൽ ബി ആൻ ഓപ്പൺ ഗെയിം. നോക്കാം. Yes, ഇതരാത് ബ്രൈറ്റൺ ആസ്റ്റൺ വില്ല another game. 2-1 Brighton. 2-1 Brighton. 2-1 Right. 2-1 Brighton. 2-1 ഉണ്ടാവോ? എന്നാലും 2-1 1 ഉണ്ടാവും. ഒന്നുണ്ട് അടിച്ചോട്ടെ. അപ്പുറത്ത് ആസ്റ്റൺ വില്ലയാണ്. എന്താണ് അതെ. വില്ല നമ്മൾ കണ്ടു ഈ സൂപ്പർ കപ്പില് എന്തോ അവർ ഇത്രയും മോശം ടീമായിട്ട് പോലും PSG-ക്കെതിരെ അവര് പിടിച്ചു നിന്ന് ഗോളൊക്കെ അടിച്ചതാ. അത്രയും ചെറിയ ടീമായിട്ട് പോലും മീൻസ് ഫുൾ പ്ലേയേഴ്സ് ഇല്ല അങ്ങനെയുള്ളതൊക്കെ ആയിട്ട്. അപ്പൊ ആള് ഉണയുമ്പോൾ എങ്ങനെയായാലും അടിക്കും. എന്റെ പ്രഡിക്ഷൻ പൊട്ടും തന്നെയാ പറയുന്നത്. Score line 2-1 Brighton win. യെസ്. അതിന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പം PSG ആയിട്ട് നല്ല കളി കളിച്ചു തരുന്നല്ലോ. ആ കളിച്ചിൽ രണ്ടാൾ ഇഞ്ചേർഡ് ആണ്. നാളെ കളിക്കൂല. ജാഗോമസ് കളിക്കൂല, മറ്റേ സ്ട്രൈക്കറും കളിക്കൂല. ഒലി വാറ്റ്കിൻസ് നാളെ കളിക്കൂല എന്ന് എമറി പറഞ്ഞു. അച്ചങ്ങ മിക്കവാറും പോകുന്നു. അപ്പം ഈ രണ്ട് സ്ട്രൈക്കർ ഇല്ലെങ്കിൽ പിന്നെ അവരെ സ്ട്രൈക്കർ ടാമി എബ്രഹാം മാത്രമാണ്. കോൺസയും പോയി അല്ലേ? കോൺസയും പോയി, മാർട്ടിനസും പോയി. ഐ മീൻ സുസുക്കി കളിക്കും, പക്ഷെ മാർട്ടിനസ് കളിക്കാൻ ചാൻസ് ഇല്ല അപ്പൊ അവിടെ. സോ ബേസിക്കലി അവരെ ഹോൾ സ്ട്രക്ചർ പോയി. മാർട്ടിനസ് ഇല്ല, മുന്നിൽ കോൺസ ഇല്ല, അതിന്റെ മുന്നില് ഒനാന ഇല്ല, ടൈലമെൻസ് ഇല്ല. അതിന്റെ മുന്നിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ വാറ്റ്കിൻസ് ഇല്ല, മോർഗൻ റോജേഴ്സ് ഇല്ല. ബേസിക്കലി ഇല്ല. ഹാർവി എലിയറ്റും ഇല്ലാന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിട്ടും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മുഴുവൻ അവരെ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് അല്ലേ? ഹോൾ സെൻട്രൽ സ്പൈൻ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ പോകാൻ ലെഫ്റ്റ് ബാക്കിലും കളിച്ചിട്ടില്ല. ലെഫ്റ്റ് ബാക്കും പോയില്ലേ ലുക്കഡീനിയ. സോ ടു മെനി ചേഞ്ചസ്. അവർ കൊണ്ടുവന്ന പ്ലേയേഴ്സിൽ ജാഗോമസ് ഇസ് ഇഞ്ചേർഡ്, പിന്നെ ആ സ്ട്രൈക്കർ ഇഞ്ചേർഡ് ആണ്. എന്ത് മഡ്ജു Macho is injured, Manzabi is injured. Yep. മെക്കിനുണ്ട്. പക്ഷെ ബ്രൈറ്റൺ ബുവൻഡിയ നമ്പർ 9 ആയിട്ട് ഫാൾസ് 9 ആയിട്ട് കളിക്കുമായിരിക്കും മോസ്റ്റ്ലി. ടാമി കളിക്കും. അങ്ങനെ നമ്പർ 10 കളിക്കാൻ ആളില്ല. പിന്നെന്താ മെഗിൻ, ബാർക്ലി എല്ലാം ഈ 30+ പ്ലേയേഴ്സ് ഇല്ലേ? വെറ്ററൻസ്. അപ്പുറത്ത് ബ്രൈറ്റൺ നല്ല പ്രീ സീസൺ ഒക്കെ ആയിരുന്നു. അവര് ബുള്ളിഷാണ്. അവർക്ക് ആകെ സ്ട്രൈക്കറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ സോൾവ് ചെയ്തു. വിങ്ങേഴ്സിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അവർക്ക്. യങ് പ്ലേയേഴ്സ് ഒക്കെ കളിക്കുന്നുണ്ട് വിങ്ങേഴ്സ് ആയിട്ട്. കാരണം അവർ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മിറ്റോമ ഇഞ്ചേർഡ് ആണ്, അതുപോലെ മിൻറ്റ ഇഞ്ചേർഡ് ആണ്. അപ്പോൾ ഡി കൂപ്പർ ഫ്രണ്ടില് ലെഫ്റ്റ് വിങ് ആയിട്ട് കളിക്കും. റൈറ്റ് സൈഡിൽ അവര് യങ് ഒരു പ്ലെയർ ഉണ്ട്. അല്ല, അവിടെ മറ്റേ ഗോമസ് ആണ് ഗോമസ് കളിക്കും. പിന്നെ ഹിൻഷൽ വുഡ് ഉണ്ട്. ബാക്കില് അയാരി ഉണ്ട്. അല്ലെങ്കിൽ ഗ്രോസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഗ്രോസ് ഉണ്ട്, അതുപോലെ അയാരി ഉണ്ട്. അത് നല്ല സ്ട്രോങ് ആണ്. അവര് ബുസ്കോവിച്ച് നല്ല സെന്റർ ബാക്കിനെ സൈൻ ചെയ്തു. ഞാൻ കുറെ ആലോചിച്ചിരുന്നു. ഗണേശൻ പറ. 1-0 ബ്രൈറ്റൺ ആഫ്റ്റർ ഈ കൈൻഡ് ഓഫ് ഡിസ്കഷൻ വെച്ചിട്ട് എന്റെ ഒരു ഇത് മാറ്റിയെന്ന് മാത്രം. ലൈക്ക് ഐ വാസ് പ്ലാനിങ് ടു സേ ആസ്റ്റൺ വില്ല മൈറ്റ് somehow win. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ലൈക്ക് ലോജിക്കലി പറയുകയാണെങ്കിൽ ബ്രൈറ്റൺ ഷുഡ് വിൻ 1-0. എമറി എന്ന മാനേജർ കൊണ്ട് they might have, but too many players left. അതെ പ്ലേയേഴ്സ് ലെഫ്റ്റ്. ഉള്ള പ്ലേയേഴ്സ് മേടിച്ച പ്ലേയേഴ്സ് ഇഞ്ചുറി ആയി. അതാണ് പ്രശ്നം.
1-0 റൈറ്റ്. യെസ്. ഇനിയിപ്പോ ബാക്കിയുള്ള ഗെയിംസ് ഉണ്ട്, മിഡ് ടേബിൾ ഗെയിംസ് ആണ്, ചുമ്മാ പറഞ്ഞു പോവാം. എവർട്ടൺ പാലസ്, ഇപ്സ്വിച്ച് സണ്ടർലൻഡ് ആൻഡ് നോട്ടിംഗ്ഹാം ലീഡ്സ്. ഐ തിങ്ക് എവർട്ടൺ വിൽ വിൻ. എവർട്ടൺ ജയിക്കും. ക്രിസ്റ്റൽ പാലസ് അല്ലേ? എവർട്ടൺ ജയിക്കും. സണ്ടർലൻഡ് വേഴ്സസ് ഇപ്സ്വിച്ച് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അത് പ്രഡിക്റ്റ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സണ്ടർലൻഡ് ഷുഡ് ഡ്രോ അറ്റ് ലീസ്റ്റ്. കാരണം അവേ ഇപ്സ്വിച്ച് അറ്റ് ഹോം ആ വെരി ഗുഡ്. അവരുടെ ആ ഗ്രൗണ്ടും ഫസ്റ്റ് ഗെയിം അല്ലേ, എല്ലാവരും വിൽ ബി അപ്പ് ഫോർ ഇറ്റ്. ആൻഡ് ഫോറസ്റ്റ് ലീഡ്സ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഗ്ലാസ്റ്ററിന്റെ കീഴിലുള്ള ഫോറസ്റ്റ്, ഐ തിങ്ക് ഫോറസ്റ്റ് വിൽ വിൻ ദ ഗെയിം. ഞാൻ ഒറ്റയടിക്ക് 3 പ്രഡിക്ഷനും പറയും. എവർട്ടൺ പാലസ് 2-0, ഇപ്സ്വിച്ച് സണ്ടർലാൻഡ് 1-1 ഡ്രോ, നോട്ടിംഗ്ഹാം ലീഡ്സ് 0-1 ലീഡ്സ് ജയിക്കും. ഇതാണ് ഉണ്ടാവാൻ പോണത്. 3 ഡ്രോ ആവുമായിരിക്കും മിക്കവാറും. ഞാൻ സണ്ടർലാൻഡ് ജയിക്കുന്ന ആദ്യം വിചാരിച്ചു, പക്ഷെ 3 ഡ്രോ ആവാൻ ചാൻസ് ഉണ്ട്. സണ്ടർലാൻഡ് ഇപ്സ്വിച്ച് ഡ്രോ. ഞാനും ഡ്രോ ആ പോകുന്നു. ഞാൻ എല്ലാം I think Everton will beat Crystal Palace and I think Forest will എവർട്ടൺ beat ജയിക്കും. എവർട്ടൺ ജയിക്കും, ഫോറസ്റ്റും ജയിക്കും. ഫോറസ്റ്റ് ജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അയാളെ വെടിവെക്കും, ഉറപ്പാണ്. യെസ്. ഇതാണ് അപ്പോ ഗെയിംസ്. എന്തായാലും പ്രീമിയർ ലീഗ് ഇസ് ബാക്ക്. എല്ലാ ഗെയിമും കാണാൻ പറ്റും എന്നാണ് ആഗ്രഹം. പക്ഷെ വീട്ടിൽ ഭാര്യ, കുട്ടികൾ, കുടുംബം, അമ്മ, അച്ഛൻ, ചേട്ടൻ ഒക്കെ ഉള്ളത് കൊണ്ട്, സോഷ്യൽ ലൈഫ് വേണമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില മാച്ച് സ്കിപ്പ് ആവും. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. എന്തായാലും പ്രീമിയർ ലീഗ് ഇസ് ബാക്ക് ആൻഡ് വിൽ ബി ബാക്ക് ആസ് വെൽ. Saturday night live will be up and running tomorrow at 9:30 after the initial set of games. അല്ലേ? ഇനീഷ്യൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കാണുമ്പോഴേക്കും മാച്ച് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. ആർസണൽ കൊവൻട്രി കഴിഞ്ഞു, ഹൾ സിറ്റി വേഴ്സസ് മാൻ യുണൈറ്റഡ്, ഇപ്സ്വിച്ച് വേഴ്സസ് സണ്ടർലൻഡ്, എവർട്ടൺ വേഴ്സസ് പാലസ് ആൻഡ് ബ്രൻഫോർഡ് വേഴ്സസ് സ്പേഴ്സ്. ഈ മാച്ച് ഇല്ല, നോട്ടിംഗ്ഹാം വേഴ്സസ് ലീഡ്സ്. ഈ മാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് വരും ബിഫോർ ബ്രെൻഫോർഡ് വേഴ്സസ് സ്പേഴ്സ്. നമുക്ക് കാണാം, മാച്ചുകളെ കുറിച്ചും ട്രാൻസ്ഫറുകളെ കുറിച്ചും സംസാരിക്കാം. Then Sunday night will be back right before the Liverpool game, lineup വന്ന ശേഷം. So stay tuned and thank you so much.